നമസ്കാരം. പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ ലോകം മൊത്തം തന്നെ വലിയ ഹിറ്റായി മാറി ഓടിക്കൊണ്ടിരിക്കുന്നു. കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വലിയ ഒരു കളക്ഷനിലേക്ക് സിനിമ മാറിയിരിക്കുന്നു. 6 ദിവസം കൊണ്ട് ചിത്രം 1000 കോടി നേടിയെന്ന് ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഹിന്ദിയിൽ 6 ദിവസം കൊണ്ട് സകലമാന റെക്കോർഡുകളും തൂത്തെറിഞ്ഞ് 370 കോടിയോളം കളക്ഷൻ നേടി ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതായത് ടോട്ടലി സിനിമ അഭിപ്രായങ്ങൾ എന്തുമായിക്കട്ടെ, കളക്ഷന്റെ കാര്യത്തിൽ ഭീകര ഹിറ്റിലേക്ക് സിനിമ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു സമയത്താണ് സിനിമയിൽ അഭിനയിച്ച ആളുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പ്രതിഫലത്തെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ആ പുറത്തു വന്ന വാർത്തകളിൽ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലു അർജുന്റെ കളക്ഷനെ കുറിച്ചല്ല, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ പൈസയെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങിയ റെമ്യൂണറേഷനെ കുറിച്ച് ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഫഹദ് ഫാസിൽ ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താനായിട്ട്. ഇതിനു മുമ്പ് അദ്ദേഹം ഏറ്റവും ഉയർന്ന തുക വാങ്ങിയത് വേട്ടയ്യാൻ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. 5 കോടി രൂപയായിരുന്നു അദ്ദേഹം ആ സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ കൂടിയ തുകയ്ക്കാണ് ഇപ്പോൾ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 8 കോടി രൂപയാണ് അദ്ദേഹത്തിന് ഈ ചിത്രത്തിൽ നിന്ന് പ്രതിഫലമായിട്ട് വാങ്ങിയിരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, രശ്മിക മന്ദാനയുടെ പൈസയും പുറത്തു വന്നിട്ടുണ്ട്. അത് 10 കോടി രൂപ അവർ ഈ ചിത്രത്തിന് പ്രതിഫലമായിട്ട് വാങ്ങിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അല്ലു അർജുന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല. അതെന്താണെന്ന് അറിയത്തില്ല. എന്ത് തന്നെയായാലും ഈ ഒരു തുക ഇപ്പൊ ഫഹദിന് 8 കോടി രൂപ കിട്ടിയെന്ന് പറയുന്നത് വാർത്ത സത്യമാണ് എന്നുണ്ടെങ്കിൽ ഫഹദിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന തുക തന്നെയായിട്ട് അത് വിലയിരുത്തപ്പെടേണ്ടി വരും. പക്ഷെ അപ്പോഴും വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ എടുത്തു വെച്ച് പറയേണ്ടതുണ്ട്. മലയാള നടന്മാരിൽ മലയാളത്തിൽ വാങ്ങുന്ന ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മലയാള സിനിമയുടെ റെമ്യൂണറേഷൻ പോലും ആയിട്ടില്ല ഫഹദ് ഫാസിലിന് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും കിട്ടിയ പ്രതിഫലം എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് വച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.